ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കാൻ, നിനക്ക് എന്താ ചന്ദ്ര വേണ്ടത്? അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വർഷയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പം നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. ഇപ്പം നിങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിലേ നമ്മൾ കയറി വന്നപ്പം അദ്ദേഹം നിങ്ങളോട് ചിരിക്കില്ലല്ലോ. നന്നായിട്ട് ചിരിച്ചല്ലേ അവിടെ നിന്നത്. ദേ അദ്ദേഹം അവിടെ നിൽക്കുന്നു. നിങ്ങൾ അവിടെ ചെന്നൊന്ന് സംസാരിക്കുക. ദേ ബന്ധങ്ങൾ തമ്മിലെ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതെന്നും നല്ലതുപോലെ നിൽക്കണമെങ്കിൽ നമ്മളും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം. ഏതായാലും അവർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താലോ. അതുകൊണ്ട് രവിയേട്ടൻ ഒരു കാര്യം ചെയ്യ്, പോയി മിണ്ട്. അല്ല, ഞാൻ ചെന്നിപ്പം അദ്ദേഹത്തിനോട് എന്താ ചെന്ന് സംസാരിക്കേണ്ട ചന്ദ്രേ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഗ്രാൻഡായി ഫംഗ്ഷൻ നടക്കല്ലേ. അദ്ദേഹത്തെ പോലെ തന്നെയാ ഈ ചടങ്ങിൽ നിങ്ങളും. അതേ വില തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് വരുന്ന അതിഥികളൊക്കെ സ്വീകരിച്ചങ്ങോട്ട് ഇരുത്തന്നേ. ആദ്യം ചെന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കുക. രവിയേട്ടാ, ഇവിടെ മാറി നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് രവിയേട്ടന് അറിയാൻ പറ്റൂല്ലല്ലോ. അതുകൊണ്ട് രവിയേട്ടൻ ചെല്ല്. ഇങ്ങനെ മാറിയിരുന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് അദ്ദേഹം എന്ത് വിചാരിക്കും? അപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ പറഞ്ഞു, അല്ല ശ്രുതിയുടെ മലേഷ്യക്കാരൻ അച്ഛൻ വന്നോ? എവിടെ വരാന്? ദേ ഞാനും അദ്ദേഹത്തെ കാത്തിരിക്കുക. ഇനി എപ്പോ വരുന്നൊന്നും അറിയില്ല. അല്ല, ഞാൻ ഓർത്തു ഇപ്പൊ വന്നു കാണുന്നു, അതാ ചോദിച്ചത്. അതെന്തേലും ആട്ടെ. രവിയേട്ടൻ ഇപ്പൊ ഒരു കാര്യം ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ല്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അശോക ഇപ്പൊ ചന്ദ്ര പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാതെ ഇങ്ങനെ മാറിയിരുന്നാലേ അദ്ദേഹത്തിന് പറയാനൊരു വിഷയമാവൂലേ. അതുകൊണ്ട് അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛാ വേണ്ട അച്ഛാ, എന്നെ തനിച്ചാക്കിയിട്ട് പോവല്ലേ അച്ഛാ. എടാ നീ ഇവിടെ അടങ്ങിയിരിക്കുക, അദ്ദേഹത്തെ ഒന്ന് ഞാൻ പോയി കണ്ടിട്ട് വരാം, പെട്ടെന്ന് ഇങ്ങ് വരാന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനും അശോകനും അങ്ങ് പോവാണ് കേട്ടോ. സച്ചിക്കാണ് തന്നെ ഇരിക്കാൻ പറ്റത്തുമില്ല. സച്ചി ആണെങ്കിൽ വിടാനും പോണ്ട എന്ന് പറഞ്ഞിട്ട് പോകുകയും ചെയ്തു. അങ്ങനെ സച്ചി അവിടെ ഇരിക്കുക. അതുകൊണ്ട് സച്ചി മനസ്സിലിങ്ങനെ പറയും, ഇതെന്താ എന്നെ എല്ലാവരും ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോകുന്നത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്, സൈലന്റ് ആയിട്ട് ഇവിടെ അങ്ങ് ഇരിക്കാന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ കോട്ടർ ദാമു സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം കോട്ടർ ദാമുവിന് പറ്റിയ അവസരമാണല്ലോ നമ്മുടെ സച്ചിനെ ഒന്ന് കയ്യിലെടുക്കാൻ. അങ്ങനെ പെട്ടെന്ന് കോട്ടർ ദാമു അവിടെ വന്നിരുന്നിട്ട്, ബോസേ എന്നെ അറിയോ? അറിയാം. അല്ല, എന്നെ എങ്ങനെ അറിയാം? ഇപ്പൊ എന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്, അപ്പൊ അടുത്തൊരാളുണ്ടെന്ന് അറിയാതെ ഇരിക്കുവോ? ഓ, ബോസ് എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഭയങ്കര തമാശയാണല്ലോ ബോസേ. താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എപ്പോഴും ഇങ്ങനെ തമാശയാന്നൊക്കെ പറയാന് എന്നെ ഇപ്പോഴല്ലേ താൻ കാണുന്നത്? ശോ, എന്റെ പൊന്നോ, ദേ എന്നെ മറന്നോ? അതോ മറന്ന പോലെ ഭാവിക്കുകയാണോ? ബോസിന് എന്നെ നന്നായിട്ട് അറിയാം ബോസേ. അല്ല, ഞാൻ എന്തിനാ തന്നെ മറന്ന പോലെ അഭിനയിക്കുന്നത്? എനിക്ക് നിങ്ങളെ കണ്ടതായിട്ട് ഓർമ്മയേ ഇല്ല. എന്റെ തങ്കപ്പെട്ട മുഖമായതുകൊണ്ട് ഓരോ തവണ കാണും തോറും ഓരോ രൂപത്തിലായിരിക്കും. അതാണ് പെട്ടെന്ന് മനസ്സിലാകാത്തത്. അയ്യോ, തങ്കപ്പെട്ട മുഖമാണെന്ന് കണ്ടാലും പറയും. എനിക്ക് നിങ്ങളെ അറിയില്ല എൻ്റെ പൊന്നു മാഷേ. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അടിമുടി നോക്ക്. അശോക് നഗറിലെ ബാറിൽ വെച്ച് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് കുടിച്ചത് മറന്നല്ലേ? ഒരുമിച്ച് കുടിച്ചതോ? എപ്പം? എനിക്ക് തോന്നുന്നില്ല. ഷോ, എന്റെ പൊന്നു ബോസെ, കുടിച്ചു ബോസെ. ബോസിന്റെ പേര് സച്ചി എന്നല്ലേ? കാർ ഡ്രൈവർ അല്ലേ? ശരിയല്ലേ? അതെ ശരിയാണ്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് കുടിച്ചിട്ടുണ്ട്. അന്ന് കുടിക്കുമ്പം ബോസ് എനിക്ക് ഒരു ഓംപ്ലേറ്റ് മേടിച്ചു തന്നായിരുന്നു. ഞാൻ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞപ്പം ബോസ് പറഞ്ഞു ഞാൻ കൊടുക്കാന്ന്. എനിക്ക് നിങ്ങൾ ഓർമ്മയില്ല എന്റെ പൊന്നു മനുഷ്യ. ഞാൻ മറക്കില്ല. ഇന്ന് ഇവിടെ വെച്ച് ബോസിനെ കാണുന്ന ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം ബോസെ, കൊടുകൈ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, വേണ്ട കൈയൊന്നും തരുന്നില്ല, അത് ശരിയാവില്ല, അത് നടപടിയുള്ള കേസല്ലെന്ന് പറഞ്ഞു. അപ്പൊ ദാമു പറഞ്ഞു, ഓക്കെ കൈ തരുന്നില്ല വേണ്ട. അല്ല, ആൺ വീട്ടുകാർക്കൊപ്പം വന്നാണോ? ഓ അതെ. ഞാനേ പെൺവീട്ടുകാർക്കൊപ്പം വന്നതാ. ഞാന് അടുത്ത ബന്ധുവാ. രണ്ട് പെണ്ണിൽ ഏത് പെണ്ണിന്റെ ബന്ധുവാ? രണ്ട് പെണ്ണിന്റെ ചടങ്ങ് നടപ്പുണ്ടോ? അതേന്നേ. എന്നോട് പറഞ്ഞായിരുന്നു. ഷോ, ഞാനതങ്ങ് മറന്നും പോയി. അല്ല, അതിലേത് പെണ്ണിന്റെ ബന്ധുവാ? അത് പിന്നെ ഞാൻ രണ്ടാമത്തെ പെണ്ണിന്റെ ബന്ധുവാ. ഓ, ശ്രീകാന്തിന്റെ ഭാര്യയുടെ ബന്ധുവാണല്ലേ? അല്ല, നിങ്ങള് വർഷയുടെ ആരായിട്ട് വരും? ഞാനോ? ഞാന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദാമു ഭയങ്കര ചിരിയാണ് കേട്ടോ.
ചിരിച്ച് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കാണ്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പെണ്ണിന്റെ അമ്മയുടെ അമ്മാവന്റെ ഇളയച്ചന്റെ മകനായിട്ട് വരും. ഓ, ഇത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നല്ലേ. എന്റെ പൊന്നു ചേട്ടാ, ഇതിനകന്ന് 50 കിലോമീറ്റർ നീളമുള്ള ബന്ധു എന്നല്ലേ പറയേണ്ടത്? ഇതാണോ അടുത്ത ബന്ധു? എന്നാലും ദേ, അന്ന് ഓംപ്ലേറ്റിന്റെ പൈസ ബോസ് കൊടുത്തില്ലേ? എനിക്ക് ആരെങ്കിലും കടം തന്നാലേ പെട്ടെന്ന് അതങ്ങ് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിലേ എനിക്കത് ഭയങ്കര വിമ്മിഷ്ടം. എൻ്റെ പൊന്നു ബോസ്, അന്ന് ഓംപ്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നതിന് പകരം എന്തെങ്കിലും എനിക്ക് ബോസിന് തരണം. നിങ്ങൾക്ക് മേടിച്ച് തന്ന കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല. ഇനിയിപ്പോൾ വാങ്ങി തന്നെങ്കിൽ തന്നെ എനിക്കതിന് പകരമായിട്ട് ഒന്നും വേണ്ട. എൻ്റെ പൊന്നു മാഷെ, സ്നേഹത്തിന് കൊടുത്തതിന് പകരമായിട്ട് ഞാൻ ഒന്നും തിരിച്ചു മേടിക്കാറുമില്ല. ഓ, വലിയ മനുഷ്യനാണല്ലോ. എന്താ ഒരു പോളിസി, സൂപ്പറാണ് കേട്ടോ. ഏതായാലും ബോസിന്റെ അച്ഛനെ പോലെ തന്നെയാ ബോസ്. അതേ മനസ്സാ ബോസിനും. നീ എന്താ പറയുന്നത്? അല്ല, അപ്പം എൻ്റെ അച്ഛനെ നിനക്കറിയാമോ? അത് പിന്നെ അത് നിങ്ങളിങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അച്ഛൻ അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഏതായാലും ദാമുനെ നോക്കിയിട്ടൊന്നും സച്ചിക്ക് പിടികിട്ടിയില്ല, ആരാന്നിട്ട് മനസ്സിലാവുന്നുമില്ല. ഏതായാലും നമ്മുടെ സച്ചി ഇങ്ങനെ കുറെ നേരമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല എൻ്റെ പൊന്നുമാഷ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. മനസ്സിലാവൂല, അന്നേ ദേ ബോസിന് ബോധം അത്രയ്ക്ക് ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അച്ഛൻ ഇങ്ങനെ കുറെ പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രനും അശോകനും കൂടെ വർഷയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം വർഷയുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രനെ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ചിരിച്ചൊക്കെ കാണിച്ചു കേട്ടോ. വർഷയുടെ അച്ഛനാണെങ്കിൽ ചിരിച്ചും കാണിക്കുന്നില്ല, അങ്ങോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് മുഖം അങ്ങോട്ട് മാറ്റി. ഇത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ അശോകനും ദേഷ്യം വന്നു. അശോകന് രവീന്ദ്രനെ അങ്ങ് വിളിച്ചോണ്ട് മാറ്റിക്കൊണ്ട് അങ്ങ് പോയിട്ട് നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞു, ദേ മധുസൂദനൻ തന്നെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കുന്നില്ലല്ലോ, എന്തിനാ വെറുതെ നമ്മൾ അയാളുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്? നമ്മുടെ വില കളയണോ? സർവീസിലിരിക്കുമ്പം അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പം കരുതി കൂട്ടി അദ്ദേഹം നമ്മളെ വെയിറ്റ് ചെയ്യിക്കാറുണ്ടല്ലോ. ചിലപ്പം ആ ശീലം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിനോട് സംസാരിക്കണമെങ്കിൽ കാത്തു നിൽക്കണം. എനിക്ക് തോന്നുന്നത് രവീന്ദ്ര, അദ്ദേഹത്തിന് ഇപ്പോഴും ദേഷ്യമുണ്ട്. എങ്ങനെ ദേഷ്യമില്ലാതിരിക്കും? എന്നെ പോലെ ഒരു സാധാരണക്കാരൻ്റെ മോനല്ലേ കെട്ടിരിക്കുന്നത്, അയാളുടെ മകളെ. അപ്പം എങ്ങനെ ദേഷ്യം മാറും? ആ ദേഷ്യം ഇപ്പോഴും കാണും. പണമുള്ളവൻ ഇല്ലാത്തവനോട് പുച്ഛമാണല്ലോ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ഞാൻ. ആ ബഹുമാനം അദ്ദേഹം എനിക്ക് തരില്ല, അതെനിക്കറിയുന്ന കാര്യം തന്നെയാ. അദ്ദേഹം നോക്കുന്നത് പദവിയും പണവും ഒക്കെയാ. മധുസൂദനുമായിട്ട് സംസാരിക്കുന്ന ആളെ നിനക്ക് മനസ്സിലായില്ലേ രവീന്ദ്ര? അയാളാരാ? അതെ, 2-3 വർഷം മുമ്പ് ദേ അദ്ദേഹം നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല, എവിടെയും ഒരു പരിചയം പോലെ തോന്നിയായിരുന്നു. ഏതായാലും ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനെ അയാൾ കാണുന്നത്. അതായത് നമ്മുടെ മധുസൂദനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓഫീസർ. എന്നിട്ട് മധുസൂദനോട് ചോദിച്ചു, അല്ല ഇതാ രവീന്ദ്രനല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മധുസൂദനാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അയാൾ വന്നിട്ട്, രവീന്ദ്ര എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ? സുഖമാ, സാറിന് എന്റെ ഓർമ്മയുണ്ടല്ലേ? എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? എൻ്റെ സർവീസിനിടയിൽ ഞങ്ങളുടെ ഏറ്റവും ഡിസിപ്ലിൻ ആയ എംപ്ലോയി നിങ്ങളായിരുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോടോ? മധുസൂദനാ, ദേ ഇദ്ദേഹത്തിന്റെ മകനല്ലേ താങ്കളുടെ മകളെ വിവാഹം കഴിച്ചത്? അപ്പൊ മധുസൂദനൻ പറഞ്ഞു, അതെ അതെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, പദവി പോലും നോക്കാതെ തന്നെക്കാലം എത്രയോ താഴെത്തട്ടിലുള്ള ഒരാളെ വിവാഹം കഴിച്ചു കൊടുത്തില്ല തൻ്റെ മകൾക്ക്. റിയലി യു ആർ ഗ്രേറ്റ് മധുസൂദ. അപ്പോഴത്തേക്കും നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നില്ലല്ലോ. ദേ നമ്മളെ ഒരു കാര്യം ഓർക്കണം, കുപ്പയിൽ കഴിഞ്ഞവര് പെട്ടെന്ന് തങ്കമാളികയിലെത്തി. അതൊക്കെ ചിലവരുടെ യോഗം. ഒരു പ്രായം കഴിയുമ്പോഴാണല്ലോ യോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ല, എന്താ മധുസൂദൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് നമുക്ക് അപ്പുറം മൂർത്തി സാറിൻ്റെ അടുത്ത് പോകാം എന്നും പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് നിന്ന് പോവുകയാണ് മധുസൂദനൻ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അശോകൻ പറഞ്ഞു, കണ്ടില്ലേ അദ്ദേഹത്തിന്റെ അഹങ്കാരം. അല്ല, നമ്മള് കുപ്പേ കഴിയുന്നത്, അദ്ദേഹം തങ്കമാളികയിൽ കഴിയുന്നത്. അതാ അദ്ദേഹം പറഞ്ഞത്. രണ്ടിനും ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ. അദ്ദേഹത്തെ ഒന്നും ആര് വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല. ഭാഗ്യത്തിന് സച്ചി പറഞ്ഞൊന്നും കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ സച്ചി ഇതേ കയറി പ്രശ്നം ഉണ്ടാക്കിയേനെ. അപ്പൊ നമ്മുടെ അശോകനും പറഞ്ഞു, ശരിയാ, ഏതായാലും നമുക്ക്
അങ്ങോട്ടങ്ങോട്ട് മാറിപ്പോയിരിക്കാം. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുക, ഇനിയും നമ്മൾ പല സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക അശോക. ഞാൻ എന്തിനാ വെറുതെ നമ്മൾ ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ കേൾക്കാൻ അർഹതപ്പെട്ടവരാണ് ഞാൻ. അതൊക്കെ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനും അശോകനും അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെ തന്നെയാണ്. അപ്പൊ സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കോട്ടർ ദാമു ഇങ്ങനെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. സച്ചിനെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തൊന്ന് കുടിപ്പിച്ച് കിടത്തണം, അതാണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം. ഒട്ടും നടക്കുന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മുടെ കോട്ടർ ദാമു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ വരുന്നത് കേട്ടോ. ചന്ദ്രയും ഭാമയും ഇങ്ങനെ വരുന്നു വെപ്രാളത്തോടു കൂടി. നമ്മുടെ ചന്ദ്ര പറയുക, ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ, മലേഷ്യയിൽ നിന്ന് ഇവിടെ വരെ ഇത്ര സമയം വേണം? ആർക്കറിയാം ചന്ദ്രേ, ഞാൻ ഇതുവരെ മലേഷ്യ പോയിട്ടില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രമണിയുടെ അടുത്ത് പെട്ടെന്ന് മഹിമ വന്നിട്ട് ശ്രുതി റെഡിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ സമയമായിട്ടോ, അവൾ ഇനിയും റെഡിയായിട്ടില്ലേ? എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്റെ മോൾ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ, പിന്നെ എന്താ അവൾ ഇതുവരെ റെഡിയാകാത്തത്? അത് പിന്നെ മഹിമ ഇപ്പൊ റെഡിയാകും. അല്ല, അന്ന് നീയല്ലേ പറഞ്ഞത് മൂത്ത മരുമകളുടെ ചടങ്ങ് ആദ്യം നടത്തണമെന്ന്? എങ്കിൽ പിന്നെ അവളെയും കൂട്ടി പെട്ടെന്ന് വാ, അതിനുശേഷം വേണ്ട വർഷയുടെ ചടങ്ങ് നടക്കാനായിട്ട്. മുഹൂർത്തം ആകാറായി. പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം. എന്ത് പ്രശ്നത്തിന്റെ കാര്യം മഹിമ ഈ പറയുന്നേ? അത് പിന്നെ ലേറ്റ് ആയി പോയല്ലോ, അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ചെന്നിട്ട് വേഗം ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വാന്ന് പറഞ്ഞ് മഹിമ അങ്ങ് പോയി. സത്യം പറഞ്ഞ മഹിമയുടെ വായിന്ന് അറിയാതെ വന്നതാണ് കേട്ടോ. പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവം നടത്തണമെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മഹിമ പോയപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടോ? അദ്ദേഹം വരാതെ എങ്ങനെയാ ശ്രുതിയുടെ ചടങ്ങ് നടത്തുന്നത്? അത് ശരിയാ ഭാമേ, അവർക്ക് കല്യാണത്തിനോ വരാൻ പറ്റില്ല. താലി മാറ്റൽ ചടങ്ങൊന്നെങ്കിലും അദ്ദേഹം ഒന്ന് കാണട്ടെ എന്ന് ഞാൻ കരുതി. ചടങ്ങ് നടത്തേണ്ട സമയത്ത് നടത്തണ്ടേ ചന്ദ്രേ, മുഹൂർത്തമൊക്കെ ഉള്ളതല്ലേ? അത് ശരിയാ, നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമേനെ വിളിച്ചുകൊണ്ട് ചന്ദ്ര പോവാണ്. ഈ സമയം നമ്മുടെ ചന്ദ്രയുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടോണ്ടാട്ടോ നമ്മുടെ സച്ചി ഇരിക്കുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് രവീന്ദ്രന്റെ അടുത്തേക്ക് നേരെ ചന്ദ്ര ചെന്നിട്ട് പറഞ്ഞു, ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞു. എന്താ ചന്ദ്ര കാര്യം? എന്റെ പൊന്ന് രവിയേട്ട പറയുന്ന ഒന്ന് കേക്ക്. അപ്പൊ അശോകന് പറഞ്ഞു, ചെല്ല് രവി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മാറി നിന്ന് നമ്മുടെ ചന്ദ്ര പറയാ, ശ്രുതിയുടെ ചടങ്ങ് ആദ്യം നടത്താന്നാണല്ലോ രവിയേട്ട പറഞ്ഞത്. അവളുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്തണം. അവളല്ലേ നമ്മുടെ വീട്ടിലെ മൂത്ത മരുമകള്. വർഷയ്ക്ക് മുന്നേ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നല്ലോ. അല്ല, ശ്രുതിയുടെ അച്ഛൻ വന്നോണ്ടിരിക്കുകയല്ലേ? ഇത് പറയാൻ തുടങ്ങിയിട്ട് സമയം എത്രയായി എന്റെ പൊന്നു ചന്ദ്രേ? അദ്ദേഹം വരാനോ കുറച്ച് ലേറ്റ് ആവുന്ന രവിയേട്ട തോന്നുന്നത്. ശ്രുതിയുടെ കല്യാണമോ കണ്ടിട്ടില്ല, ഈ ചടങ്ങെങ്കിലും കാണണ്ടേ? ടൈം ആയില്ലേ ചന്ദ്രേ? എത്ര സമയം എന്ന് വെച്ചാൽ കാത്തിരിക്കുക. സമയമായി, അതുകൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തട്ടെ അല്ലേ? വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തട്ടെ എന്നോ? നമ്മുടെ ശ്രുതി ഇത് കേട്ടോണ്ടിങ്ങ് വന്നില്ലേ? അയ്യോ, അത് പറ്റത്തില്ല, ആദ്യം ശ്രുതിയുടെ ചടങ്ങല്ലേ നടത്തേണ്ടത്. അതൊക്കെ ശരിയാണ്, പക്ഷെ അവളുടെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അമ്മ, അദ്ദേഹം വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാലോ. ശ്രുതിയല്ല സീനിയർ, അവരുടെ ചടങ്ങ് നടത്താതെ വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തിയാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? എന്റെയും ആഗ്രഹം അത് തന്നെയായിരുന്നു മോനെ. പക്ഷെ നല്ല നേരത്ത് തന്നെ ചടങ്ങ് നടത്തണ്ടേ? അമ്മേ, ശ്രുതി അല്ലേ ഒന്നുമില്ലെങ്കിൽ സീനിയർ, ഈ കാര്യത്തിൽ അവള് ജൂനിയർ ആണെന്നങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, പിന്നെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, സമയം നോക്കി ചെയ്യാൻ ഇവിടെ നടക്കുന്ന കല്യാണമൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നല്ല സമയം നോക്കി തന്നെ ചടങ്ങ് നടത്തണം, ഇതിനും സമയമുണ്ട്. വന്നവർ എത്ര സമയം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത്. അപ്പം വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താല്ലേ? എങ്കിലും അങ്ങനെ നടത്ത്. ഇനി ഇതെങ്കിലും നീ എന്നോടൊന്ന് ചോദിച്ചതിൽ സന്തോഷം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും പറഞ്ഞു, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യമ്മേ, കുറച്ച് അഡ്ജസ്റ്റ് അത് തന്നെയാ ഞാനും പറയുന്നത്. ശ്രുതി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യട്ടെ, അഡ്ജസ്റ്റ് ചെയ്യട്ടെ, വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താം. ഒരു പ്രശ്നവുമില്ല. ശ്രുതി മോനെ, നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ. ശ്രുതിയാണ് വല്ലാതെ പെട്ട് നിൽക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ അവിടെ താൻ പുറകിലായി പോകൂലോ, ഫസ്റ്റ് തനിക്ക് കിട്ടില്ലല്ലോ എന്നിട്ട് മത്സരം നടക്കുന്ന പോലെയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ വിചാരം. ശ്രുതിയാണെങ്കിൽ വല്ലാത്ത പരിഭ്രമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതി ഇനിയിപ്പം പ്രശ്നം ഉണ്ടായോ, ഇതെന്താ ഉണ്ടാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ മീരയോട് ചോദിക്കുകയാണ്. അപ്പൊ മീര പറയുന്നുണ്ട്, സമയത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നേ, നീ സമാധാനമായിട്ടിരിക്കും. അപ്പോഴത്തേക്കുമാണ് ശ്രുതി വാങ്ങി വരുന്നത്.
ശ്രുതി പാഞ്ഞു വന്നിട്ട് ഇതെന്താ ശ്രുതി നിന്റെ അച്ഛൻ ഇതുവരെ വരാത്തത്? എത്ര നേരമായി ഇവിടെ മനുഷ്യർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? അല്ല നീ ഒരു കാര്യം ചെയ്യ, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ നമ്പറൊക്കെ താ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. അതെന്തിനാ ഇപ്പം ശ്രുതി അതൊക്കെ അന്വേഷിക്കുന്നത്? എന്റെ പൊന്നു ശ്രുതി, അവരൊക്കെ ഉണ്ടല്ലോ ഇപ്പം തിരക്കിക്കൊണ്ടിരിക്കുക നിന്റെ അച്ഛനെ. അത് മാത്രമല്ല, വർഷയില്ലേ, വർഷയുടെ ചടങ്ങ് ഇനി ആദ്യം നടത്താൻ പോകുന്നത്. നിന്റെ ചടങ്ങല്ലേ ആദ്യം നടത്താനിരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയത് ശരിയാവുന്നത്? അത് പിന്നെ ശ്രുതി, അദ്ദേഹം എപ്പോ വരും? അദ്ദേഹം ഇനി വരുവോ ഇല്ലയോ? ആ സത്യമെങ്കിലും നീ എന്നോടൊന്ന് പറ. ഓഹോ, അപ്പൊ ഞാൻ കള്ളം പറയാന്നല്ലേ ശ്രുതിയുടെ വിചാരം? ശ്രുതി ടൈം ആവുമല്ലേ? അദ്ദേഹം അടുത്തു നിന്നൊന്നും അല്ലല്ലോ വരുന്നത്, മലേഷ്യയിൽ നിന്നല്ലേ വരുന്നത്. ചിലപ്പം ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ആയെന്നൊക്കെ ഇരിക്കും. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പം ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ച മലേഷ്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എയർപോർട്ടിലേക്ക് വിളിക്കുവാണ്. എയർപോർട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് എന്തോ ശ്രുതിയുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ, കിട്ടുന്നില്ല കേട്ടോ വിളിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതെന്തു പറ്റി, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ? എന്റെ പൊന്നു ശ്രുതി ഒന്ന് അടങ്ങിയിരിക്കുക, ഫ്ലൈറ്റ് കയറിയിട്ട് ഇവിടെ എത്തിക്കോളും. എനിക്ക് ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തൊക്കെയോ പറയുന്നുണ്ട് ശ്രുതി. ശരിയാ, ഇനി ഇവിടെ ആരെങ്കിലും ഇന്ന് എത്തുമോ ആർക്കറിയാമെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മീര പറയുന്നുണ്ട്, സാരമില്ല പോട്ടെ, സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഈ സമയം ചന്ദ്രയാണെ പരക്കം പാഞ്ഞ് നടക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ എന്താ വരാത്തത്? മലേഷ്യന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങ് എത്തിയില്ലല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ മഹിമ പറഞ്ഞല്ലോ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ചടങ്ങ് നടത്തണമെന്ന്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അതിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ഇതെന്താ മഹിമ അങ്ങനെ പറയാൻ കാരണം? പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് കല്യാണം നടക്കണം, എന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ. അപ്പം നമ്മുടെ ഭാമ വന്നിട്ട്, എന്താ ചന്ദ്രൻ ശ്രുതിയുടെ അച്ഛൻ വരാൻ ഇത്ര ലേറ്റ് ആവുന്നത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. എന്താ നാണക്കേടാവൂല്ലോ, ഇനിയിപ്പം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഭാമേ? ഞാനാണ് എല്ലാവരോടും പറഞ്ഞു ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണ് വരൂന്നൊക്കെ. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് വീണ്ടും നമ്മുടെ മഹിമേനെ കാണിക്കുന്നത്. മഹിമ ഓടി വരികയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക്. ചന്ദ്രയുടെ അടുത്ത് മഹിമ വന്നിട്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ടൈം ആയില്ലേ? ബാ വേഗം ശ്രുതി കൂട്ടിയിട്ട് വാ, ചടങ്ങ് നടത്താം. അത് പിന്നെ മഹിമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം വർഷയുടെ ചടങ്ങ് നടക്കട്ടെ, ശ്രുതിയുടെ രണ്ടാമത് നടത്തിയാൽ മതിയല്ലോ. അല്ല മൂത്ത മരുമകളുടെ ചടങ്ങ് ആദ്യം നടത്തണമെന്ന് ചന്ദ്രയല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. പിന്നീട് ആലോചിച്ചപ്പം അത് ശരിയല്ലെന്ന് തോന്നി. അതെന്താ ചന്ദ്ര അങ്ങനെ? അത് പിന്നെ എല്ലാ കാര്യവും ചെയ്തത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങളല്ലേ ഈ ഫംഗ്ഷൻ ഒരുക്കുന്നത്? അപ്പം നിങ്ങളുടെ മകളുടെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത്? അതല്ലേ അതിന്റെ മര്യാദ? അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ ഇങ്ങനെ ഓർക്കുകയും ചെയ്തു, ശരിയാ, എങ്കിലും ആദ്യം മൂത്ത മരുമകളുടെ ചടങ്ങല്ലേ നടത്തേണ്ടത്? അത് നിങ്ങൾക്ക് കുറച്ചിലല്ലേ നടത്തിയില്ലെങ്കിൽ? ഒരു കുറച്ചിലുമില്ല, രണ്ടുപേരും എന്റെ മരുമക്കൾ തന്നെയാ. മൂത്തത് ഇളയത് വലുത് ചെറുത് എന്നൊന്നുമില്ല. ആദ്യം വർഷയുടെ ചടങ്ങ് നടത്തട്ടെ. ശരി, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിലും ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തോളാം. എങ്കിൽ പിന്നെ ഞാൻ ചെന്ന് വർഷേനെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമേനെ വിളിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ, അത് കൊള്ളാം, ആ ഐഡിയ നല്ലതാണല്ലോ, ആദ്യം തന്റെ മകൾക്ക് തന്നെ അവിടെയും സ്ഥാനം കിട്ടട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും പക്ഷെ മഹിമയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, എന്തായിരിക്കും ഇതിന് കാരണം? അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ സമ്മതിക്കില്ലെന്നറിയാട്ടോ. അപ്പൊ പിന്നെ കാണിക്കുന്ന സീന് വീണ്ടും നമ്മുടെ ശ്രുതിനെയാണ്. അപ്പൊ ശ്രുതിയാണെങ്കിൽ മൂട്ടിൽ മറ്റേ എറുമ്പ് കടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തൊട്ടടുത്ത് മീര ഇരിപ്പുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയില്ല. ഇതുവരെ പ്രശ്നമൊന്നും നടക്കുന്നുമില്ല. പ്രശ്നം നടന്നിട്ട് വേണം നമ്മുടെ ശ്രുതിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങാന്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മഹിമ കയറി വന്നിട്ട്, ശ്രുതി മോളെ റെഡിയായല്ലോ അല്ലേ? ആന്റി ഞാൻ റെഡിയായി. അല്ല നിന്റെ ചടങ്ങ് രണ്ടാമതായിട്ട് നടത്തിയാൽ മതി എന്ന് ചന്ദ്ര പറഞ്ഞു. അത് രണ്ടാമതായിട്ട് നടത്തിയാൽ മതി ആന്റി. അല്ല ശ്രുതി മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല ആന്റി. അല്ല നീയല്ലേ മൂത്ത മരുമകള്, നിന്റെ ചടങ്ങ് ആദ്യം നടത്താതെ വർഷയുടെ ചടങ്ങ് നടത്തുമ്പോ നിനക്ക് വിഷമാവൂലേ? അത് പിന്നെ വിഷമം, എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല മോളെ, നീയും വർഷയും ഒന്നിച്ച് കഴിയേണ്ടവരല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ആന്റി. എൻ്റെ അച്ഛൻ ചടങ്ങിന് വരാന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാ. അദ്ദേഹം വന്നിട്ട് മതിയെന്ന് ഓർത്തിട്ട് ആ ചടങ്ങ് രണ്ടാമത് വെച്ചത്. അപ്പൊ അതാണല്ലേ കാരണം. അപ്പൊ ചന്ദ്രമതി എന്നോട് പറഞ്ഞ കാരണം ഇതല്ല, അവളുടെ അഭിനയം കൊള്ളാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, എന്താ ആന്റി? അത് പിന്നെ അല്ല ശ്രുതിയുടെ അച്ഛൻ എന്താ വരാത്തത്? വന്നോണ്ടിരിക്കുക, ഇപ്പം വരും. ഏതായാലും വരട്ടെ, ശ്രുതിയുടെ ചടങ്ങ് നടത്തുമ്പം അദ്ദേഹം കാണണമല്ലോ.
ഏതായാലും നിങ്ങൾ രണ്ടാളും അങ്ങോട്ടേക്ക് വാ, ഇപ്പൊ വർഷയുടെ ചടങ്ങ് തുടങ്ങും. ആ ശരി ആന്റി, ആന്റി അങ്ങോട്ട് ചെല്ലേ, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു. മഹിമയാണെങ്കിൽ വെളിയിൽ ഇറങ്ങി പോവുകയും ചെയ്തു. നമ്മുടെ ശ്രുതിക്ക് വീണ്ടും തലവേദന. ഇത്രയും നേരം ചന്ദ്ര മാത്രമായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്തേ നമ്മുടെ മഹിമയും കൂടി അന്വേഷിക്കുവാണ് ശ്രുതിയുടെ അച്ഛനെ. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷം നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയാണ് കേട്ടോ. ഇതിന്റെ പുറകെ തന്നെ ഇടും വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥ. അപ്പോൾ നിങ്ങൾ മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ബിസിനസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. നമ്മൾ വാട്സപ്പ് വഴിയാണ് പർച്ചേസ് ഓർഡർ സ്വീകരിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോണേ.